ശ്രീനഗറിലെ കന്യാലിലുള്ള ജീസസ് ട്രസ്റ്റിൻ്റെതെന്ന് പറയപ്പെടുന്ന ശവക്കല്ലറ കാണുകയുണ്ടായി. അതിൻ്റെ മുകളിൽ മറ്റൊരു ഇസ്ലാമിക മഹാത്മാവിൻ്റെതെന്ന് പറയപ്പെടുന്ന ശവക്കല്ലറ കൂടി സ്ഥാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് യേശുക്രിസ്തുവിൻ്റെ തന്നെയാണോ? ക്രിസ്തു കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും കാശ്മീരിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തുവെന്ന് ചില പഠനങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സ്വാമിജിയുടെ ഈ വിഷയത്തിൽ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വെറും അഭിപ്രായം മാത്രമാണ്. കാരണം ഇത് നമ്മുടെ പഠനത്തിൽ നിന്ന് നിഷ്പന്നമായ യഥാർത്ഥമായ പ്രമാണജനിതമായ ജ്ഞാനമല്ല. ഈ എഴുതിയാള് മനസ്സിലാക്കിയതുപോലെ പുസ്തക വായനകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പുസ്തക വായനകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതനുസരിച്ച് യേശുക്രിസ്തു കുരിശിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഒരു തരത്തിൽ അദ്ദേഹം അവിടുന്ന് ശിഷ്യന്മാരുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ടെന്നും പിന്നീട് ഏതോ യാത്രകൾക്കൊടുവിൽ എങ്ങനെയോ വലിയ വിദ്വാനായിരുന്ന മഹാപുരുഷന്റെ കൂടെ താമസിച്ച് കാശ്മീരത്ത് താമസിച്ചെന്നും കാശ്മീരത്തിൽ ദീർഘകാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മഹാസമാധി എന്നും രേഖപ്പെടുത്തിയ കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ഏതായാലും കാശ്മീരത്തിൽ യേശുക്രിസ്തുവിൻ്റെ സമാധി സ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ സമാഹിത സ്ഥാനമുണ്ട്. തലമുറകളായി വിശ്വസിച്ച് പോരുന്നുണ്ട് ഇതിന്നതാണ് എന്ന്. പക്ഷെ അതിനെ ക്രിസ്തീയ സമൂഹം അംഗീകരിച്ചിട്ടില്ല. ക്രിസ്തീയ സമൂഹം അത് അംഗീകരിച്ചാൽ ക്രിസ്തീയ സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനം പോയി. അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷവും പിടിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. ഇങ്ങനെ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗ്രന്ഥത്തിലല്ല, 2 ഗ്രന്ഥത്തിലല്ല, അനേകം ഗ്രന്ഥങ്ങളിൽ ഈ ചർച്ച വന്നിട്ടുണ്ട് എന്നേ നമുക്ക് പറയാൻ സാധിക്കൂ.